ബൾക്കാണ് ഞാൻ, മസിൽ മാസ് ഒരു ബൾക്കാണ്. അപ്പോൾ കുറേ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യും, മോനെ ഇത് പറ്റില്ല. എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറയരുതില്ല. ഒരു മോഡൽ എങ്ങനെയാണെന്ന് നോക്ക്, മെഷർമെൻറ്റ് നോക്ക്. അങ്ങനെ ഞാൻ അല്ലാതെ കുറച്ച് റാമ്പ് അറ്റൻഡ് ചെയ്തു, പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. പിന്നെ വിചാരിച്ചൊരു പേജൻറ്റ് അറ്റൻഡ് ചെയ്യാം. പേജൻറ്റ് അറ്റൻഡ് ചെയ്തൊരു മിസ്റ്റർ ഇന്ത്യ അല്ലെങ്കിൽ മിസ്റ്റർ കേരള എന്നൊക്കെ ആകുമ്പോൾ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. അങ്ങനെ ഞാൻ 2018 മിസ്റ്റർ കേരളക്ക് അപ്ലൈ ചെയ്ത് കിട്ടിയില്ല, 2019 അപ്ലൈ ചെയ്ത് കിട്ടിയില്ല. ഓക്കെ, 2020 നോക്കാം, ലാസ്റ്റ് ട്രൈ. അപ്പോൾ ആ സമയത്താണ് കോവിഡ് വരുന്നത്. അപ്പം അപ്പൻ്റെ സാലറി കട്ട് ചെയ്ത്, ഗവൺമെൻറ് എംപ്ലോയിയാണ്. അപ്പോൾ വിചാരിച്ചു ഓക്കെ ഇതാണ് ടൈം, വീട്ടിൽ ഫുഡ് കിട്ടുന്ന കുറവാണ്, ഡയറ്റ് എടുക്കാം. റിസർച്ച് ചെയ്തു, ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ. ഞാൻ ഇക്കിഗായി ഫോളോ ചെയ്യും, ജാപ്പനീസ് ഇക്കിഗായെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അവർ ഒരു 80% ഫുഡേ കഴിക്കത്തുള്ളൂ, ബാക്കി ആ ഒരു വിശപ്പ് നമ്മൾ ഉള്ളിൽ കിടത്തണം. സോ അതുപോലെ തന്നെ അത് ഫോളോ ചെയ്തു, ജാപ്പനീസ് കൾച്ചർ ഞാൻ ഫോളോ ചെയ്തു. ഫുഡ് ക്ലീൻ ഡയറ്റ്, അതായത് നമ്മുടെ പറമ്പിലുള്ള സാധനം, മറ്റെല്ലാം തോരൻ വെജ് ലീവ്സ് ആഡ് ചെയ്തിട്ട് റൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന തുടങ്ങി കോവിഡ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തുടങ്ങിയത് അവിടെയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഫുഡ് ഞാൻ അതിൻ്റെ ക്ലീൻ ഡയറ്റ് സെറ്റ് ചെയ്തു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഒരു ട്രാൻസിഷൻ? കാരണം ഒരു 6 feet പ്ലസ് ഉള്ളൊരു വ്യക്തി, ഇത്രയും ഫുഡ് ഇൻടേക്ക് ഉള്ളൊരു വ്യക്തിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബ്രേക്ക് കൊടുത്ത് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ബട്ട് നമ്മുടെ ഉള്ളിലൊരു സംഭവമുണ്ട്, നമുക്ക് ഇന്നാളാവണം എന്നുള്ളൊരു ത്വര ഉണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യും. എൻ്റെ വാൾപേപ്പറൊക്കെ ഇതൊക്കെ തന്നെയാണ്, എൻ്റെ ഒരു ഡ്രീമാണ് എൻ്റെ വാൾപേപ്പർ ലോക്ക് സ്ക്രീൻ. ആ സമയത്ത് ജിമ്മ് അടച്ചിട്ടേക്കുന്ന സമയം, ആ സമയത്ത് പകുതി ആയപ്പോൾ സ്റ്റേഡിയത്തിലൊക്കെ പോകുന്ന റൂൾ വന്നു, ഓടാൻ പോകുന്ന റൂൾ വന്നു. അതിനു മുമ്പ് ഞാൻ വീടിൻ്റെ നമുക്ക് കോട്ടേഴ്സിലാണ്, അപ്പോൾ അവിടെ ആരും എൻട്രി ഇല്ല, അപ്പോൾ റോട്ടിൽ കൂടെ ഓടുമായിരുന്നു. അതായത് എൻട്രി ആയപ്പോൾ കോട്ടയത്ത് നെഹ്റു സ്റ്റേഡിയത്തിൽ ഓടാൻ പോകാൻ തുടങ്ങി. അവിടെ എനിക്ക് ഫസ്റ്റ് റൗണ്ട് വെക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുമായിരുന്നു. കുറേ അങ്കിളുമാരുണ്ടായിരുന്നു അവിടെ, അവർ നോക്കും 10 റൗണ്ടൊക്കെ പുല്ല് പോലെ ഓടുന്നു. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വണ്ണം കാരണം പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു പതിയെ ഓട്, പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ പതിയെ ഒരു റൗണ്ട് 2 റൗണ്ടൊക്കെ എനിക്ക് ശ്വാസം മുട്ടും തുടങ്ങി, പറ്റുന്നില്ല. ഇപ്പം ഇവഞ്ച്വലി അത് പതിയെ സ്റ്റാർട്ട് ചെയ്ത് എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഡെയിലി 5 കിലോമീറ്റർ ഓടും, ഡെയിലി 5 കിലോമീറ്റർ എനിക്ക് മസ്റ്റാണ്. അപ്പം അങ്ങനെ ഞാൻ അവിടെ 10-15 റൗണ്ട് അടിക്കാൻ തുടങ്ങി അവിടെ. പക്ഷേ അങ്ങനെ റണ്ണിങ്, കാർഡിയോ, ഡയറ്റ്, കാലറി ഡെഫിസിറ്റ് എന്ന് പറയും. ഒരു 1500-2000 കലറി കഴിക്കും, 1000 കലറി ബേൺ ആക്കും. അതെനിക്ക് മനസ്സിലായി എങ്ങനെയാണ്. സോ എല്ലാം കുറിച്ച് വെക്കും, ഫുഡ് എന്താ കഴിച്ചു, എങ്ങനെ കഴിച്ചു. കാരണം ഒരു പേഴ്സണൽ ട്രെയിനിങ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര പൈസ, നല്ല എക്സ്പെൻസീവ് ആണ്. അതാണ് അർജുൻ വരുന്ന ഒരു സാധാരണ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, ആൻഡ് അതിൽ നിന്നാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്. ആൻഡ് സോ ആക്ച്വലി യു സെറ്റിംഗ് എക്സാമ്പിൾ ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ ടു ഫോളോ. അതും വെയ്റ്റ് ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല, നമുക്ക് മെൻ്റൽ സ്ട്രെങ്ത് എത്രത്തോളം വേണം. എനിക്ക് ഏറ്റവും അതിശയം തോന്നിയത് ബിഗ് ബോസിൽ റിപ്പീറ്റഡ്ലി ഇൻ്റർവ്യൂവിന് പോയിട്ട് റിജക്റ്റ് ആയിട്ട് പോലും യു നെവർ ഗേവ് അപ്പ്. ആൻഡ് ലാസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് പറഞ്ഞു. ദാറ്റ് ദിസ് വാസ് യുവർ ലാസ്റ്റ് അറ്റംപ്റ്റ്. വൈ? കാരണം പപ്പ അടുത്ത വർഷം റിസൈൻ ചെയ്യും, പെൻഷൻ ആവാറായി. പപ്പ കൂടെ ജോലി നിൽക്കുകയാണെങ്കിൽ പിന്നെ വീട്ടിലെ വരുമാനം കുറേ ഉറപ്പാണ്. ഇപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു 5-6 വട്ടം ട്രൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഡിസേർവ്ഡ് അല്ല. കാരണം ട്രൈ ചെയ്യണം, ട്രൈ ചെയ്ത് കിട്ടാനെങ്കിൽ ഓക്കെ, ട്രൈ ചെയ്ത് കാരണം എനിക്കിത് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ 40-50 വയസ്സിൽ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും ഞാൻ ഈ സംഭവം എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്തില്ല, ഞാൻ ലൈഫിൽ ഫെയിലിയറാണ്. എനിക്ക് റിഗ്രറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യത്തിലും. കാരണം ഞാൻ ആ പ്രായത്തിൽ തിരിഞ്ഞ് നോക്കുക, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു, എൻ്റെ ഡ്രീമിന് അച്ചീവ് ചെയ്താലേ ഞാൻ ഹാപ്പി ആകത്തുള്ളൂ. ഇത് കഴിഞ്ഞ് നാളെ ഞാൻ മരിച്ചു പോയി ഞാൻ ഹാപ്പിയാണ്, കാരണം ഞാൻ ഡ്രീം അച്ചീവ് ചെയ്തിട്ടാണ് ജീവിക്കുന്ന മനുഷ്യനാണ്. അപ്പം എനിക്കത് അച്ചീവ് ചെയ്ത് എനിക്ക് ഹാപ്പി ആകത്തില്ല, എൻ്റെ പൈസയോ അല്ലെങ്കിൽ മാറ്റർ ആവില്ല. എൻ്റെ ഡ്രീം ഞാൻ ഫിക്സ് ചെയ്തിട്ട് എനിക്കത് അച്ചീവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ സെൽഫിൽ എന്തും ചെയ്യും. അതിന് എനിക്ക് എൻ്റെ ഫിസിക്കലി ഞാൻ എത്ര ഫോക്കസ്ഡ് ആയിട്ട് എത്ര പുഷ് ചെയ്യാൻ നോക്കും, അതൊക്കെ മാക്സിമം ചെയ്യും. അത് കിട്ടാതെ എനിക്ക് പറ്റില്ല. So you reduced your weight from 120 to 95-96, ഇപ്പോൾ 93-92. അപ്പോൾ ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ you actually 95-96, you had transformed yourself completely. അപ്പോൾ അവരും കണ്ടു എൻ്റെ ട്രാൻസ്ഫോർമേഷൻ. കാരണം എൻ്റെ ഓഡീഷന് അപ്പോൾ എൻ്റെ ഒരു പ്രസൻറ്റേഷൻ സ്കില്ലാണെങ്കിലും എൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അവരും കണ്ടു മനസ്സിലാക്കി. കാരണം അവൻ എത്ര മെനക്കെട്ടെന്നവരും മനസ്സിലായി. അപ്പോൾ ഞാൻ റീലൊക്കെ ആയിട്ടുണ്ടായിരുന്നു, എൻ്റെ പഴയതും പുതിയതൊക്കെ റീലൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി, റീൽസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ദിസ് ഗായ് അവൻ എന്തെങ്കിലും ഉണ്ട്, അവൻ എത്ര അതിലൊരു നെവർ ഗീപ്പ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് അവർക്കും ഇമ്പ്രസ് ആയത് എൻ്റെ പ്രസൻറ്റേഷൻ സ്കില്ലിന് മാറി. കാരണം ഈ സമയത്ത് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ജോൺ പ്ലേസിന് റിയൽ മാൻ ഓഫ് ദി ഇയർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ സീസൺ മുമ്പ്. എനിക്ക് കുറേ വർക്ക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പേയ്മെൻറ്റ് കിട്ടാൻ തുടങ്ങി. സോ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ എന്നെ തന്നെ എൻ്റെ ഒരു റൂട്ടീൻ ബീറ്റപ്പ് ചെയ്തപ്പോൾ എനിക്ക് വർക്ക് കിട്ടാൻ തുടങ്ങി. വർക്ക് കിട്ടുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ആയി.
എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി, വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി, ഞാൻ ഫിനാൻഷ്യലി ഞാൻ സംവാട്ട് ഓക്കെ ആയി. കാരണം കിട്ടുന്നുണ്ട് എനിക്ക്, കാരണം എനിക്ക് ആദ്യത്തെ 4 വർഷം 5 വർഷം എനിക്ക് പൈസ കിട്ടുന്നില്ല. ഞാൻ ഫ്രീ ആയിട്ട് റാമ്പ് അറ്റൻഡ് ചെയ്യുന്നു, ട്രെയിനിൽ കിടന്നു പോകുന്നു, സ്ലീപ്പർ ക്ലാസ് ലോക്കലിൽ കയറി പോകുന്നു, ബാത്റൂം ഒളിച്ചിരുന്ന് പോകുന്നു, റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്നു. ഇത് തന്നെയാണ് ആദ്യത്തെ 4-5 കൊല്ലം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ പോയി റൺവേ മോഡലാണ് തെളിയിക്കുക, ഫോട്ടോ ഇടുക, അപ്പം അടുത്ത വർക്ക് കിട്ടും, അടുത്ത വർക്കിന് പൈസ കിട്ടും. അല്ലാതെ എനിക്കറിയാം, എനിക്ക് മാത്രമല്ല ഒരു കേരളത്തിലുള്ള മോസ്റ്റ്ലി മെയിൽ മോഡൽസിന് ഇപ്പോഴാണ് പേയ്മെൻറ്റ് കിട്ടാൻ തുടങ്ങിയത്. പണ്ടൊന്നും പേയ്മെൻ്റ് ഒന്നുമില്ല, പ്രൊഫഷണൽ മോഡൽസിന് വരെ. നമ്മൾ കഷ്ടപ്പെടുക, അത്രേ ഉള്ളൂ. ഒരു ദിവസം സെറ്റാവുന്ന പ്രതീക്ഷ നമ്മളെന്നും പോകും. അങ്ങനെ എനിക്ക് ഈ ഒരു 2 ഇയറിലാണ് എനിക്ക് ഏണിങ് കിട്ടാൻ തുടങ്ങിയത്. അപ്പം ഞാൻ കോൺഫിഡൻ്റ് ആയി. അപ്പം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ സക്സസ് ആണെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ അവരും ഹാപ്പിയായി. ദാറ്റ് ബ്രിങ്സ് മീ ടു ദ ക്വസ്റ്റ്യൻ, ഈ ഒരു ഫേസ് ഉണ്ടല്ലോ, ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ഫേസ് ഉണ്ടല്ലോ, ആൻഡ് ഓൾസോ അതിന് മുമ്പുള്ള ഫേസ് വരെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി നമുക്ക് സപ്പോർട്ടിൻ്റെ ആവശ്യം വരും. നമ്മളെ കൈ പിടിക്കാനും നമ്മളെ കൂടെ നിൽക്കാനും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അത് ഇല്ലാതെ ഇത് ചെയ്യുക ചിലപ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും. അർജുൻ്റെ കൂടെ ആരാണ് നിന്നത് ഈ ഒരു ഫേസ്? എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാത്തിനും. കാരണം മമ്മി പറയും, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എപ്പോഴും എന്നോട് പറയും, നീ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, നിനക്കൊരു കുഴപ്പമില്ല, നീ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, നിനക്ക് കിട്ടിയില്ല അടുത്തതിന് കിട്ടും, നിനക്ക് എന്താ കുറവെന്നുള്ളത് നീ മനസ്സിലാക്കി നീ ഇത് വർക്ക് ഓൺ ചെയ്യുക, കിട്ടും. അങ്ങനെ ഞാൻ എല്ലാ കാര്യം മമ്മിയോട് ഷെയർ ചെയ്യാറില്ല. ഞാൻ ഭയങ്കര റിസർവ്ഡ് ആണ് പേഴ്സൺ. എൻ്റെ ഇമോഷൻസ് ഒന്നും ആരോട് ഷെയർ ചെയ്യാറില്ല. കാരണം എന്തിനെ മറ്റൊരാൾ പറഞ്ഞാൽ അവരെ കൂടെ വിഷമിപ്പിക്കുന്നു ചിന്തിച്ചിട്ടുണ്ട് ഞാൻ. കാരണം എനിക്ക് പേഴ്സണലി ഫിസിക്കലി കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനത് പറയുമ്പോൾ എൻ്റെ അപ്പനോട് പറയുമ്പോഴത്തേക്കും അവർ വിഷമിക്കും. അവരുടെ ഹാപ്പിനെസ് ആണ് എൻ്റെ ഹാപ്പിനെസ്. ഞാൻ കാരണം ഇത് പറയുമ്പോൾ എനിക്കുള്ളത് ഞാൻ തന്നെ അത് വേറെ ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കിത് കിട്ടി, എനിക്ക് ഈ ഒരു ഡിസീസ് വന്നത് അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പം വന്നെങ്കിൽ അത് ഞാൻ തന്നെ അനുഭവിക്കണം. അത് നമ്മൾ എത്ര പേര് പറഞ്ഞാലും അത് മനസ്സിലാവില്ല. ഇപ്പം എൻ്റെ ഡിസീസ് എന്താണ്? ആക്ച്വലി എനിക്കൊരു 2018 ഹിരായമ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഡയഗ്നോസ് ചെയ്തു. ഹിരായമ ഡിസീസ് അത് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ 2018 ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ. ആ ഒരു ടൈമിലാണ് മോഡലിംഗ് എന്താണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വരുന്ന ടൈമിലാണ് ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തു നന്നായിട്ട്. ആ സമയത്തൊക്കെ അങ്ങനെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടപ്പോഴത്തേനും ഒരു പെട്ടെന്ന് എനിക്ക് ഡെഡ് ലിഫ്റ്റൊക്കെ ചെയ്യുന്നപ്പോൾ കൈ സ്ലിപ്പറി ആയിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞു, മമ്മിയെ പറഞ്ഞു അന്ന് കോട്ടയിൽ പോയി കാണാം. അങ്ങനെ കോട്ടയത്തൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ പോയി കണ്ടു. അപ്പം അവർ പറഞ്ഞു, അവർ കുറേ MRI ഒക്കെ എടുത്തിട്ട് ഒരു 5 ഡിസീസിൻ്റെ പേര് വെച്ചു. MND, മർഫാൻ ഡിസീസ്, ഹിരാമ, കുറേ ഡിസീസ്, കുറേ പേരുണ്ടായിരുന്നു. ഇവിടെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഇവിടെ മനസ്സിലാവണില്ല എന്താണെന്ന്. സോ അമൃതയിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മമ്മി പപ്പ അവിടെ കാറൊക്കെ എടുത്ത് നേരെ അമൃതയിൽ പോയി അവിടുത്തെ ന്യൂറോ ഡോക്ടറെ കണ്ട് HOD തന്നെ കണ്ടു. അപ്പോൾ അവർ 3 ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറേ വീണ്ടും MRI എടുക്കും. MRI ഒക്കെ എനിക്ക് ഭയങ്കര ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ അകത്ത് കയറുക. ആ ഒരു ഏജിൽ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് പേഴ്സണലി എനിക്ക് നല്ലൊരു ടഫ് ടൈമാണത്. പിന്നെ NSAID എന്ന ടെസ്റ്റിങ് ദേഹത്തിൽ നീഡിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ദേഹത്ത് നമ്മുടെ ഓരോ നെർവ്സിൽ നീഡിൽ കുത്തിയിട്ട് ഇങ്ങനെ ഇളക്കും, നമ്മുടെ എവിടെയൊക്കെ പ്രശ്നം അറിയാൻ വേണ്ടി. അപ്പോൾ അവർ അടുത്ത സിറ്റിങ് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയും. പിന്നെ മർഫാൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോൾ ആയിട്ടുള്ളവർക്ക് ഒരു പ്രശ്നം വരും. അതാണ്